നവരാത്രി 9 ദിവസം വ്രതം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവസാനത്തെ 3 ദിവസം എടുത്തു കഴിഞ്ഞാൽ 9 ദിവസം എടുത്ത ഫലം കിട്ടും, മതി. ഭാഗവത സപ്താഹം ഉണ്ടായാൽ 6 ദിവസവും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 7ാമത്തെ ദിവസം പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടും. ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണല്ലോ, അതൊക്കെ എടുത്തു തരാം. നമ്മൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി പെരുമാറിയേ പറ്റുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല നിങ്ങളുടെ ഭാഗത്ത് ഇതാ നാളെ വന്ന് ഗുരുവായൂരപ്പൻ 2 ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തോ, നെവർ. പക്ഷേ എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങളൊരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാനുള്ള ശക്തി നിങ്ങളിൽ തന്നെ നിറച്ചിട്ടാണ് ഭഗവാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളതെന്നുള്ളത് ഭഗവാൻ ഓർമ്മിപ്പിക്കും. ആ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ വഴിപാട് വയ്ക്കുന്നത്. കൃഷ്ണാട്ടൻ സ്വയംവരം നടത്തിയിട്ട് ഭഗവാനെ എനിക്ക് ഇതുവരെ കുട്ടിയെ കിട്ടിയില്ല എന്ന് വിലപിക്കരുത്, കരയരുത്. കല്യാണം അന്വേഷിക്കണം, നടക്കണം അതിൻ്റെ പിന്നാലെ. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവാനാണ് ഓരോ ഈശ്വരന്മാരും എപ്പോഴും കാത്തിരിക്കുന്നത്. നിങ്ങൾ വിദ്യാമൃത സൂക്തം കഴിച്ച് പുഷ്പാഞ്ജലി കഴിച്ച് മിണ്ടാതെ പെന്നും മടക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷ നിങ്ങൾ പാസ്സാവാൻ പോകുന്നില്ല. ഭഗവാനെ ഞാനിതാ സൂക്തം കഴിച്ചിട്ടുണ്ട്, ഇനി ഞാൻ പഠിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് കൃത്യമായിട്ട് കയറണേ എന്ന് പറയാനുള്ള പ്രാർത്ഥന മാത്രമാണ്. ഇത് നടത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫലം കിട്ടാതാവുമ്പോൾ നിങ്ങൾ ഭഗവാനോട് കംപ്ലൈൻറ്റ് പറയും, ഓ കൃഷ്ണ ഞാൻ അത് ചെയ്തു തന്നില്ലേ, അത്ര വെണ്ണ തന്നില്ലേ, ആ മാല തന്നില്ലേ, എന്നും വിളക്ക് കൊളുത്തിയില്ലേ, എന്നിട്ട് എൻ്റെ അവസ്ഥ നോക്ക്. ഭഗവാൻ പറയും നന്നായേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ ഇത്ര കണ്ട് ശക്തി തന്നിട്ടില്ലേ നിങ്ങളുടെ മനസ്സിൽ, എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശ്രമിക്കാത്തതെന്നാണ് ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം നിങ്ങളുടെ പരിശ്രമം ഫലം കാണും പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ വെറും വഴിപാട് കഴിച്ചാൽ എന്തൊക്കെയോ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ അധപ്പതിക്കപ്പെടും. നിങ്ങൾ തന്നെ പോയി പറയും അവിടുത്തെ ശിവനേക്കാൾ ശക്തി അപ്പുറത്തെ ശിവനാണ്. വടക്കുന്നാഥനിലെ ശിവനേക്കാട്ടിലും വലിയ ശക്തിയുള്ളതാണ് ഏറ്റുമാനൂരപ്പൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനേക്കാൾ ശക്തിയാണ് പെരിങ്ങോട്ടയിലെ വിഷ്ണുനായ സ്വാമി. ഇങ്ങനെ കമ്പാരിസൺ. എന്തിനാണ് നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഓരോ കഥകളും ഓരോ ആചാര്യന്മാരും വന്ന് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നതുകൊണ്ടാണ് ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന ഈ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഒരാളുടെയെങ്കിലും മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഭഗവാൻ ഉണർത്തുന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല. ആ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള 9 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഇനിയുള്ള 2 ദിവസവും അതിനുള്ള ദിവസങ്ങളാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇന്ന് വൈകിട്ട് നിങ്ങൾ ഭഗവാന് വേണ്ടി അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാകുന്ന അഗ്നി, നിങ്ങളുടെ മനസ്സാകുന്ന ചൈതന്യത്തെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ആചാര്യ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ തേങ്ങയിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെയ്യെടുത്ത് ജപിച്ച് ഏറ്റി ഇരുമുടിയിൽ കെട്ടി ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ആത്മാവ് ഭഗവാൻ ലയിക്കുന്നു, ആ തേങ്ങയാകുന്ന ശരീരം ഇതാ ആഴിയിലേക്ക് പോകുന്നു, ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ്. പോയ പോലെ തിരിച്ചിറങ്ങാനാണെങ്കിൽ മലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, ടൂർ പോയാൽ മതി. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യുക. ഇനി ഇതാ വൃശ്ചിക മാസം വരാൻ പോകും. കലിയുഗവരതനായിട്ടുള്ള ഭഗവാനെ കാണാൻ എത്രയോ ആളുകൾ ഇനി ക്യൂ നിന്നും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സഹിച്ച് പോകാൻ തോന്നുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് ഭഗവാനെ കണ്ടു വന്ന ആളാണ്. എനിക്ക് എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അധിക ദിവസം ഒന്നും വ്രതം എടുക്കാൻ പറ്റില്ല. 7 ദിവസം ഞാൻ വ്രതം എടുത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാലോ, 7 ദിവസം വ്രതം എടുത്ത് ഞാൻ ഭഗവാനെ പോയി കാണാൻ പോകുന്ന സമയത്ത് ആ ഓരോ മല കഴിയുമ്പോഴും ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 25 വർഷത്തിന് ശേഷമാണ് ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോയത്. ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ പോയതാ ശബരിമലയ്ക്ക്. ഇത്തവണ പോയി ദീപാവലിക്ക് ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നം ഇപ്പം ഈവൻ എൻ്റെ സ്ഥലത്ത് ഞാൻ കാണാറുണ്ട്. എനിക്കിപ്പോൾ ചിലപ്പം ഞാൻ പുറത്തായിരുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ വീട്ടിലുള്ള ചില സ്ത്രീകൾ ചെയ്യുന്ന ഏർപ്പാടാണ്, അപ്പുറത്തെ വീട്ടിൽ പോകുന്ന ആളുടെ തലയിൽ നമ്മുടെ നാളികേരം കൊണ്ടേ കൊടുത്തയക്കും. മുദ്ര. സ്വന്തം വീട്ടിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള തണ്ടും തടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടോളണം ശബരിമലയ്ക്ക്. നിങ്ങളുടെ കർമ്മഫലം വേറൊരാൾക്ക് കൊണ്ടുപോയിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ അത് എത്ര ഇരട്ടിയായിട്ടാണ് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കും. അയ്യോ ഭഗവാനെ അവർ പോകുന്നില്ല, ഓക്കെ പോകണ്ട, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂ. എന്തിനാണ് ഇത് ഏറ്റി കൊടുത്തു വിടുന്നത്? ഇല്ലെങ്കിൽ നെയ്യഭിഷേകം നടക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യൂ.
ആ കർമ്മഫലം കൂട്ടുകയാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും, ആ അമ്മയെ തന്നോളൂ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഭഗവാൻ സമ്മതിക്കില്ല. കാരണം അമ്മമാർക്കൊരു പ്രിവിലേജ് ഉണ്ട്. ഭഗവാൻ ഒരു പ്രിവിലേജ് തന്നിട്ട് മാറ്റി നിർത്തിയ കാറ്റഗറിയാണ് അമ്മമാർ. ഞാൻ നിങ്ങളോട് ഇപ്പം അമ്പല കമ്മിറ്റിക്കാരൻ ചീത്ത അറിയോ, നമ്മൾ വഴിപാട് കഴിക്കും അല്ലേ? വഴിപാട് കഴിക്കുന്നതിൻ്റെ അവസ്ഥ എന്താ? നമ്മളൊരു ലിസ്റ്റ് അങ്ങനെ കൊണ്ടുവരും. അമ്മ, അച്ഛൻ, അനിയൻ, അനിയൻ്റെ കുട്ടി, അനിയൻ്റെ അമ്മയുടെ മകൻ, ഇവരുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവും. ഇവരുടെ ഒക്കെ പേരിൽ പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, പായസം. 12 വയസ്സ് വരെയാണ് ശാസ്ത്രമനുസരിച്ച് ഒരാളുടെ പേരിൽ നമ്മൾ വഴിപാട് കഴിച്ചാൽ ഫലിക്കുള്ളൂ. 12 വയസ്സ് വരെ നിങ്ങൾക്ക് ആവാം, അവരുടെ പേരിലൊക്കെ കഴിക്കാം കുട്ടികളായിരിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വഴിപാട് ഫലിക്കണമെങ്കിൽ അവനവൻ പോയി ചെയ്തോളണം. റഫറൻസ് ഇല്ല, റഫറൽ പരിപാടി ഇല്ല, രണ്ടും കൂടെ നടക്കില്ല. ബോധം വന്നു 12 വയസ്സ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് സാമാന്യ ബോധ്യമായി, അവനവൻ പോയി ചെയ്തോളണം അവനവന് വേണ്ട വഴിപാട്. അല്ലാണ്ട് അമ്മേ എൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചേക്ക് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്, ചെയ്യാം. ആർക്ക് മാത്രം? അമ്മയ്ക്ക് ചെയ്യാം. അമ്മയ്ക്ക് സ്വന്തം കുട്ടി, അമ്മ 90 വയസ്സ്, കുട്ടിക്ക് 60 വയസ്സ്, നോ ഇഷ്യൂ. നിങ്ങൾക്ക് വഴിപാട് കഴിക്കാം. അമ്മ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും, കുട്ടിക്ക് വേണ്ടിയിട്ട്. അതല്ലാതെ അമ്മ കുട്ടികൾക്ക് വേണ്ടി കഴിക്കുന്ന വഴിപാടുകളല്ലാതെ നിങ്ങളുടെ ഈ റഫറൻസ് പരിപാടി നോട്ട് പോസിബിൾ. അവരോട് പറയുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി തന്നാലാവുന്ന വിധം വഴിപാട് കഴിക്കണം എന്ന് തന്നെ പറയണം. ഒരു വഴിപാടും ശരിയല്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വഴിപാട് വേണം. ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുവരും ഇവിടേക്കുള്ള ചിലവിന്. അപ്പം അതുകൊണ്ട് ഇനി വരാൻ പോകുന്നൊരു തലമുറ നിങ്ങളുടെ മുമ്പിലാണുള്ളത്. അവരെ എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്ന ഓരോ വർഷത്തെയും ആധ്യാത്മിക സദസ്സുകൾ. ചില ആൾക്കാർ എന്നെ പോലെ ഇങ്ങനെ വെട്ടിത്തറന്ന് പറയും, ചില ആൾക്കാരത് ലൈറ്റായിട്ട് പറയും. അത്ര വ്യത്യാസമുള്ളൂ. പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഇല്ലാത്തൊരു ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളോട് പണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളതാ, എനിക്ക് 33 വയസ്സ് 32 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ആളുകളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ചമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തി നാമം ചൊല്ലാനാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിളക്ക് കൊളുത്തിയിട്ട് എന്ത് പറയും? നാമം ചൊല്ലു. പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. ആ ഉപാസനയുടെ മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മുമ്പ് നടന്നുപോയ ആൾക്കാർ. എന്നാൽ ഇപ്പോഴും അതൊക്കെ ചെയ്യിക്കുന്നത് എന്തോ കുറവായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഗുണനപ്പട്ടിക ഒന്ന് ചൊല്ലിപ്പിക്കാനോ അല്ലെങ്കിൽ നാളുകളുടെ പേരൊന്ന് പറഞ്ഞു കേൾക്കുന്നതൊക്കെ എന്തോ കുറച്ചിലായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ രീതിയിൽ നിന്നൊക്കെ മുന്നോട്ട് വരണം. ഇവിടെ പറയുന്ന കഥകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ആ തത്വ അംശത്തെ കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഇവിടെ നമുക്കൊരു ആചാര്യനുണ്ട്, ഏറ്റവും ബഹുമാനമായിട്ടുള്ള ആചാര്യൻ. അദ്ദേഹം ഈ 9 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ കർത്തവ്യം പൂർത്തിയാക്കി അദ്ദേഹം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ ഗ്രന്ഥം വെച്ച് ഈ 9 ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന 2 ദിവസം കൂടെ ചേർത്ത് 11 ദിവസവും ഇത് കേട്ട നിങ്ങൾ ഓരോരുത്തരും ഓരോ ആചാര്യന്മാരും ആചാര്യകളുമായിട്ട് മാറണം. നിങ്ങളുടെ വീടാവണം നിങ്ങളുടെ ക്ഷേത്രം. അവിടെ വരുന്ന ആൾക്കാരോട് ഇവിടെ എന്താണോ സ്വാമി പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ശിവപുരാണ സത്രം ഇവിടെ നടത്തിയതിൻ്റെ മുഴുവൻ ചൈതന്യവും ഭഗവാന് കിട്ടുന്നത്.